ശ്രീ പ്രദീപിള്ള ഈ അഖില ഭാരതീയ സമന്വയ ബൈഠക് കേരളത്തിൽ നടക്കുന്നു. വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം സുനിൽ അംബേദ്കർ ഹൃദ്യമായ ചിരിയോടെ മറുപടി പറഞ്ഞത് എന്തുകൊണ്ട് കേരളത്തിൽ വെച്ച് ആയിക്കൂടാ എന്നുള്ളതാണ്. കേരളം അത്രയും സുന്ദരമായ സ്ഥലമാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം വയനാട് നടന്ന പ്രകൃതി ദുരന്തത്തിൽ സേവാഭാരതിയുടെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ എന്തായാലും ചർച്ച ചെയ്യും. രാജ്യത്തെ ബാധിക്കുന്ന നേരിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല സംഘത്തിന് 100 തികയുന്ന 2025 വിജയദശമിക്ക് ഏതാണ്ട് 1 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അതിനോടകം ഉള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് പഞ്ചപരിവർത്തൻ എന്നുള്ള രീതിയിൽ അതിനെ നോക്കിക്കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്ന് ശ്രീ സുനിൽ അംബേദ്കർ പറയുകയുണ്ടായി. എന്തൊക്കെയാണ് കൂടുതലായി നൽകാനുള്ള വിവരങ്ങൾ അവിടെ നിന്ന്? കേരളം ആയിക്കൂടാന്നല്ല ചോദിച്ചത്, എന്തുകൊണ്ട് പാലക്കാട് എന്നായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം. അതിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് എന്തുകൊണ്ട് പാലക്കാട് ആയിക്കൂടാ. കേരളം ഇത്ര മനോഹരമാണ്, അതിൽപ്പെട്ട പാലക്കാട് എന്തുകൊണ്ട് ആയിക്കൂടാ എന്നൊരു തമാശ കലർന്ന ഉത്തരമാണ് അദ്ദേഹം നൽകിയത്. കൂടുതൽ ഗൗരവതരമായ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ബൈഠക്കാണിത്. സമന്വയ ബൈഠക്ക് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോഓർഡിനേഷൻ, ഏകോപനത്തിനുള്ള RSS ഇൻസ്പയർഡ് ആയിട്ടുള്ള സംഘത്തിന് കീഴിൽ അതല്ലെങ്കിൽ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 32 ക്ഷേത്ര സംഘടനകളുടെ ഭാരവാഹികളാണ് ഇവിടെ ഒത്തുകൂടുന്നത്. കൃത്യമായ എണ്ണവും അദ്ദേഹം പറഞ്ഞു. 320 പേരാണ് ഈ ബൈഠക്കിൽ പങ്കെടുക്കുന്നത്. അതിൽ 230 പേർ വിവിധ ക്ഷേത്ര സംഘടനകളെ പ്രതിനിധീകരിച്ചും 90 പേർ സംഘത്തിൽ നിന്ന് നേരിട്ടുമാണ്. അപ്പോൾ വിവിധ സെഷനുകൾ തിരിഞ്ഞ് ഗ്രൂപ്പായും കൂട്ടായും ഉള്ള ചർച്ചകളാണ് നടക്കുക. വിവിധ കാര്യങ്ങൾ ഇതുവരെ വിവിധ ക്ഷേത്ര സംഘടനകളുടെ ഭാരവാഹികൾ ഇതുവരെയുള്ള ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. മാത്രമല്ല അവരുടെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് പോയി, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ എങ്ങനെ ഇടപെടാം എന്നുള്ളത്. അതിനൊപ്പം തന്നെ വിവിധ പ്രശ്നങ്ങൾ, അതായത് രാജ്യാന്തര തലത്തിലും രാജ്യത്തിനുള്ളിലും വിവിധ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. അതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര സംഘടനകൾ അതിൻ്റെ ഭാരവാഹികൾ ഇത് ബൈഠക്കിൽ ഉയർത്തും. ഇതിലേറ്റവും പ്രധാനമായി പറഞ്ഞത് 100ാം വർഷ ആഘോഷത്തെക്കുറിച്ചാണ്. ഓർക്കണം, 2024 വിജയദശമിയാണ് വരാൻ പോകുന്നത്. പക്ഷെ 100 വർഷം തികയുന്ന 2025 വിജയദശമി ദിനത്തിനാണ്. അന്നാണ് 100 വർഷത്തെ ആഘോഷം ആരംഭിക്കുന്നത്. 2025 വിജയദശമി മുതൽ 2026 വിജയദശമി വരെയാണ് ഈ ആഘോഷം നീണ്ടു നിൽക്കുക. അതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങളും മറ്റു വിഷയങ്ങൾക്കും പുറമെ പ്രഖ്യാപിച്ചിരിക്കുന്ന ബൃഹത് പദ്ധതി അല്ലെങ്കിൽ പഞ്ചപരിവർത്തൻ എന്ന് ലക്ഷ്മി നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പഞ്ചപരിവർത്തൻ വളരെ സുപ്രധാനമായ 5 വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ഇതിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ അത് എങ്ങനെ സ്വാംശീകരിക്കാം എന്നുള്ളതാണ് ആ 25 വിജയദശമിക്ക് തുടങ്ങുന്ന 100 വർഷ ആഘോഷത്തിന് ഭാഗമായി തുടങ്ങുന്നത്. ഇതിലാദ്യം പറഞ്ഞത് സാമൂഹികമായ ഒരു സോഷ്യൽ ഹാർമണി എന്നുള്ളൊരു വിഷയമാണ്. രണ്ടാമത്തെ ഫാമിലി അവേക്കനിങ്, അതാ കുടുംബ പ്രബോധൻ എന്നുള്ള കുടുംബ ബന്ധങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങൾ, കുടുംബങ്ങൾ പലയിടത്തും കുടുംബങ്ങൾ തകരുന്ന കാഴ്ച കാണുന്നു, അതല്ലെങ്കിൽ കുടുംബത്തിന് അർത്ഥമില്ലാതാകുന്ന കുടുംബങ്ങൾ ശിഥിലമാകുന്ന സ്ഥിതി കാണുന്നു. അതുകൊണ്ട് കാലത്തിനൊപ്പിച്ച് കുടുംബ പ്രബോധൻ എന്നുള്ളത് ഈ പഞ്ചപരിവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തതാണ് പരിസ്ഥിതി പ്രശ്നം. ഏറ്റവും നിർണായകമായ, ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം പരിസ്ഥിതി പ്രശ്നം. പരിസ്ഥിതിക്കൊപ്പിച്ച് എങ്ങനെ ജീവിതശൈലി മാറ്റാം എന്നുള്ളത്, ഇതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് സെൽഫ്ഹുഡ്. അതിലാണ് ഞാൻ വീണ്ടും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്നുകൂടി ചോദിച്ചത്. സെൽഫ്ഹുഡ് എന്ന് പറയുന്ന സ്വത്വം. 1947 ഓഗസ്റ്റ് 15 കൊടി ഉയർത്തി സ്വാതന്ത്ര്യം ലഭിച്ചു. ആ സ്വാതന്ത്ര്യം ആഘോഷിച്ച് 77 വർഷം ആയെങ്കിലും വിവിധ മേഖലകളിൽ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അഭിമുഖങ്ങളിൽ ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് സായി ദീപകുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം ഉയർത്തിയ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഡീകോളനൈസേഷൻ എന്നുള്ളതാണ്. ഈ കോളനി വാഴ്ച ഫിസിക്കലി അവസാനിച്ചു. ബ്രിട്ടീഷുകാർ നമുക്ക് അധികാരം തന്നു, അധികാരം കൈമാറിയിട്ട് അവർ കപ്പൽ കയറിയോ വിമാനം കയറിയോ പോയെങ്കിൽ വിവിധ മേഖലകളിൽ, അതായത് ഭാഷ, വിദ്യാഭ്യാസം, നീതിന്യായ വ്യവസ്ഥ, സംസ്കാരം, ജീവിതശൈലി അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ മാനസികമായ അടിമത്തത്തിൽ നിന്ന് ഇന്നും മുക്തി നേടിയിട്ടില്ല. അപ്പോൾ അതിനുള്ള ചിന്ത, സ്വത്വചിന്ത, ഭാരതീയ ചിന്ത. കാരണം ഈ ഒരു വളരെ വിചിത്രമായ ഒരു നരേറ്റീവ് സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈ സ്വാതന്ത്ര്യ സമരം എന്ന് തുടങ്ങി എന്നതിൽ അടക്കം വ്യത്യസ്തമായ ഒരു നരേറ്റീവിനുണ്ട്. ഈ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച് ഇവിടെ വന്ന് പിടിച്ചടക്കിയപ്പോഴാണ് ഭാരതം അടിമയായത് എന്നുള്ളതല്ല.
വലിയ ഭാരതം, അഖണ്ഡ ഭാരതം എന്നുള്ള വലിയ ഭാരതം ഇവിടെ നിലനിന്നിരുന്നു എന്ന് മാത്രമല്ല വിചിത്രമായ ഒരു ആർഗ്യുമെന്റ് വാദം ഉയരുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ടാണ് നാട്ടുരാജ്യങ്ങളെയൊക്കെ കൂട്ടിയിണക്കി ഇന്ത്യ എന്ന് പറഞ്ഞെന്നുള്ളത്. ഇതിനുള്ള മറുപടി കഴിഞ്ഞ ദിവസം ശ്രീ ജെ നന്ദകുമാർ, നമ്മുടെ RSSന്റെ പ്രജ്ഞാപ്രവാഹിന്റെ ദേശീയ കൺവീനർ ശ്രീ നന്ദകുമാർജിയും ഇക്കാര്യം വ്യക്തമാക്കി. ഭാരതം എന്നുള്ളത് ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് ഉണ്ടായിരുന്നതാണ്. അവർ പല രാജ്യങ്ങളായി തിരിഞ്ഞ് അതിനൊരു സംസ്കാരം ഉണ്ടായിരുന്നു, അതിൻ്റെതായ ചരിത്രവും പൈതൃകവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്വത്വത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്ക്, കാര്യം ഈ പറയുന്ന പല ആധുനിക ശാസ്ത്ര വിഭാഗങ്ങളും സാങ്കേതിക വിദ്യയും ഒക്കെ വികസിപ്പിക്കുന്നതിന് എത്രയോ പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഭാരതവും ഭാരതത്തിൻ്റെതായ തനതായ വിവിധ വിജ്ഞാന മേഖലകൾ, വിദ്യാഭ്യാസം, ഇപ്പോൾ പറഞ്ഞു വന്ന കൂട്ടത്തിലാണ് ഡീകോളനൈസേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പഞ്ചപരിവർത്തനത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായ അതല്ലെങ്കിൽ ഏറ്റവും വ്യാപ്തിയുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സെൽഫ് ഹുഡ് എന്ന് അദ്ദേഹം പറഞ്ഞ സ്വത്വം വീണ്ടെടുക്കൽ, അതല്ലെങ്കിൽ ഡീകോളനൈസേഷൻ, അതല്ലെങ്കിൽ മാനസികം, സാംസ്കാരികം, വിദ്യാഭ്യാസപരമായ എല്ലാ അടിമത്തത്തിൽ നിന്നുള്ള ഒരു മോചനം, ഭാരതീയമായ ജീവിതശൈലിയും സംസ്കാരവും വീണ്ടെടുക്കുക എന്നുള്ളത്. അഞ്ചാമത്തേതാണ് സിവിക് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ഇത് കേരളത്തിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യും, അവകാശ സമരങ്ങൾ തുടർച്ചയായി നടക്കും. പക്ഷേ നമ്മുടെ ഡ്യൂട്ടി എന്താണ്, നമ്മുടെ കടമ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. അപ്പോൾ ആ ബോധവൽക്കരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം വളരെ വ്യാപകമായ തലത്തിൽ, ദേശീയ തലത്തിലുള്ള ഒരു ലോഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കുക 2025 വിജയദശമി ദിനത്തിലാണ് ഈ 100ാം വാർഷികം. അതുകൊണ്ട് ഇനി ഉള്ള 3 ദിവസം, അതായത് ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1, സെപ്റ്റംബർ 2 ഈ 3 ദിവസങ്ങളിലായി ഈ 32 ക്ഷേത്ര സംഘടനകളുടെയും ഭാരവാഹികളും ഒപ്പം സംഘത്തിൽ നിന്നുള്ള നേരിട്ട് പങ്കെടുക്കുന്ന 90 പേര്, സർസംഘചാലക്, സർക്കാർ അടക്കമുള്ള സംഘടനാ പ്രതിനിധികൾ, ചുമതലയുള്ളവർ, ഒപ്പം അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടി 6 ജോയിന്റ് ജനറൽ സെക്രട്ടറിമാരടക്കമുള്ളവർ ഇതിന് നേതൃത്വം നൽകും. സെപ്റ്റംബർ 2 ഉച്ചയ്ക്ക് ഇതേ സമയം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ ചർച്ചയായി, എന്തൊക്കെയായിരുന്നു അജണ്ട, ഏതൊക്കെ തലത്തിലേക്ക് ചർച്ച പോയി, എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു, വിവിധ മേഖലകളിൽ വന്ന ആശങ്ക എന്താണ്, വിവിധ മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന അല്ലെങ്കിൽ വിവിധ ക്ഷേത്ര സംഘടനയിൽ നിന്ന് ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ എന്താണ് എന്നൊക്കെയുള്ളവ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അന്ന് സുനിൽ അംബേദ്കർജി മാത്രമല്ല, ഒരു അധികാരി ഉണ്ടാകും എന്ന് പറയുന്ന, ഒരുപക്ഷെ സർക്കാർ വിഭാഗം സംഘം തീരുമാനിക്കുന്ന ഒരു അധികാരി കൂടി ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞതിനപ്പുറം, ഇതാണ് അജണ്ട എന്നതിനപ്പുറം വിശദാംശങ്ങളിലേക്ക് കടക്കാൻ പ്രചാർ പ്രമുഖ ശ്രീ സുനിൽ അംബേദ്കർജി തുനിയാത്തത്. ലക്ഷ്മി.